ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് തുരുത്തി പ്രാഥമികാരോഗ്യ കേന്ദ്രം ജനകീയ പാലിയേറ്റീവ് സമിതി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് രോഗി ബന്ധു കുടുംബസംഗമം സംഘടിപ്പിച്ചു. പരിപാടി നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ ഉദ്ഘാടനം ചെയ്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് തുരുത്തി പ്രാഥമികാരോഗ്യ കേന്ദ്രം ജനകീയ പാലിയേറ്റീവ് സമിതി എന്നിവർ സംയുക്തമായാണ് ഒപ്പരം എന്ന പേരിൽ പാലിയേറ്റീവ് രോഗി ബന്ധു കുടുംബസംഗമം നടത്തിയത്. പരിപാടി നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ ഉദ്ഘാടനം ചെയ്തു. ഒരു സമ്പൂർണ്ണമായിട്ടുള്ള അതിലേറെ ക്രിയാത്മകമായിട്ടുള്ള പരിചരിക്കുന്ന ഒരു രീതിയാണ്. അതുകൊണ്ടാണ് ആധുനിക വൈദ്യശാസ്ത്രം പോലും ശീലിച്ചു പോകുന്ന ഒരു പരിചരണത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യ മനസ്സ് അല്ലെങ്കിൽ സ്നേഹം അല്ലെങ്കിൽ സ്നേഹസ്പർശം നാം ഇവിടെ അർത്ഥമാകും. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഈ ചികിത്സയുടെ ഭാഗമായി അല്ലെങ്കിൽ അതിന്റെ ഗുണഭോക്താക്കൾ ആ ഒരു മാറാരോഗം പലപ്പോഴും എനിക്ക് ഓർമ്മയിൽ ഒരു 9 വർഷം മുമ്പേ നമ്മുടെ പഴയ ദേശമായിട്ടുള്ള ഓമനയും ഞങ്ങൾ ജനപ്രതിനിധികളും ആരോഗ്യ പ്രവർത്തകരും വീട്ടിലേക്ക് പോകുമ്പോൾ എന്നെ കാലമെടുത്തതില്ലേ എന്നെ കൊണ്ടുപോകുന്നതിലേക്ക് ചോദിച്ച ആളുകൾ ഇപ്പോഴും ഇവിടെ ഇരിക്കുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി പ്രമീള അധ്യക്ഷയായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി വി രാഘവൻ, നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം കുഞ്ഞിരാമൻ, ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ രമണി തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടർ സിയാദ് സ്വാഗതവും പാലിയേറ്റീവ് നഴ്സ് കെ ഓമന നന്ദിയും പറഞ്ഞു. തുടർന്ന് ആശാവർക്കർ, ആരോഗ്യ പ്രവർത്തകർ, ചെറുവത്തൂർ കാടങ്കോട് ബഡ്സ് സ്കൂൾ കുട്ടികൾ എന്നിവരുടെ കലാപരിപാടികളും സുഭാഷ് അർഗറയുടെ നാടൻപാട്ടും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.